പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇസ്രായേലിൽ ജോൺ ബാഹറീം എന്ന ദേവാലയത്തിലാണ്. ഈ ദേവാലയം ഉള്ളത് എൻകരേം എന്ന സ്ഥലത്താണ്. ഈ ദേവാലയത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലമാണ് എൻകരേം. അതുകൊണ്ട് തന്നെയും ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്ന ദേവാലയത്തിൻ്റെ പ്രധാന ഭിത്തിയോട് ചേർന്ന് ദ കാൻഡിക്കിൾ ഓഫ് സക്കറിയ പല ഭാഷകളിലായി എഴുതപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, പല ഭാഷകളിലായി എഴുതപ്പെട്ടിരിക്കുന്ന സക്കറിയായുടെ കാൻഡിക്കിളിൽ ഇന്ത്യൻ ഭാഷകളായ തമിഴ്, കന്നഡ ഭാഷകളിൽ ഇവിടെ സക്കറിയായുടെ കാൻഡിക്കിൾ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമായി എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെയും സക്കറിയായും അന്നായും തങ്ങളുടെ പ്രിയ മകനായ യോഹന്നാന്, സ്നാപക യോഹന്നാന് ജന്മം നൽകിയ ദേവാലയത്തിൻ്റെ അകത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. ഈ ദേവാലയത്തിൽ റെനോവേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ ദേവാലയത്തിൻ്റെ അകത്ത് തന്നെ സ്നാപക യോഹന്നാൻ ജനിച്ച സ്ഥലം അതിമനോഹരമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. നിങ്ങളിപ്പോൾ കാണുന്നത് സ്നാപക യോഹന്നാൻ്റെ ജന്മസ്ഥലത്ത് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രോട്ടോയാണ്. ഈ ഗ്രോട്ടോയിൽ സ്നാപക യോഹന്നാൻ്റെ ജനനത്താൽ അനുഗ്രഹീതമായ അതിവിശുദ്ധമായ സ്ഥലത്ത് സ്പർശിക്കാൻ, ആ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ അവിടത്തേക്ക് നന്ദി പറയുന്നു. ഇത് തീർച്ചയായും ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാൻ സാധിക്കും വിധം ദൈവത്തിൻ്റെ പ്രത്യേക കൃപ ഉള്ള സമയമായി കണക്കാക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്, ഏകദേശം 1000 വർഷത്തോളം പഴക്കമുള്ള അതീവ മനോഹരമായ ഒരു ദേവാലയമാണ് ഇത് എന്നുള്ളതാണ്. അത്രമാത്രം ചരിത്ര പ്രസിദ്ധമായ സ്നാപക യോഹന്നാൻ്റെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ എൻകരേം എന്ന സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും നേരുന്നു.